ഒരു അബ്യൂസോ ട്രോമയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പം ഇതും കൂടെ പറയണം. ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാം, നിങ്ങൾ പറയുന്നല്ലോ അവരെ നോക്കി ഞാൻ ഒരു 1.5 മാസം സൂചിച്ചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടി. ഇപ്പൊ ഇനി 2-3 ദിവസം കൂടെ ആകുമ്പോൾ 3000 സബ്സ്ക്രിപ്ഷൻ ആവും. വീണ്ടും രേണുസുധിയുടെ കണ്ടന്റ് തന്നെയാണ്. എനിക്കറിയാം നിങ്ങൾ ഒട്ടുമിക്കപ്പെട്ട ആൾക്കാരും ഇത് കണ്ട് വെറുത്ത് കാണുമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവരെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 1 ലക്ഷം പേര് തീർച്ചയായിട്ടും കണ്ടിരിക്കും. കാര്യം അത്രയ്ക്ക് റീച്ചുണ്ട്. രേണുവിനെ കുറ്റം പറയുന്നത് കേൾക്കാനാണ് ജനങ്ങൾക്കെല്ലാം താല്പര്യം. എന്തായാലും നമുക്ക് സംഭവത്തിലോട്ട് വരാം. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നോ, ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ, അതായത് ഈ ജാസിയുടെ ഒപ്പം നടക്കുന്ന വ്യക്തിയാണ് ഈ ശ്രീലക്ഷ്മി കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ, ഈ ലൈഫ് സ്റ്റോറി വിഷയം പറഞ്ഞതിന് ശേഷം. അപ്പം ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കിച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് ഈ സ്ത്രീ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോ ഇപ്പോൾ 2 ദിവസത്തിന് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലേഡി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു. അതിൻ്റെ താഴെ നമ്മുടെ ആദില നൂറയൊക്കെ വന്ന് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്, വെൽ സെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് അവർ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കിച്ചുവിൻ്റെ കമൻറ്റും ഉണ്ട് അതിൻ്റെ താഴെ. 8 എന്തോ സംതിങ് അത്രയും പ്രായമുള്ളപ്പോഴാണ് തോന്നുന്നു സൂചിച്ചേട്ടൻ മരിക്കുന്നത്. അവൻ അറിവായ കൊച്ചല്ലേ. ആ സമയം മുതൽ ഇപ്പൊ അവന് 10, 22, 23 വയസ്സ് കാണുമല്ലോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഈ ഇത്രയും പ്രായം ഇപ്പോഴാണ് അവന് തോന്നിയത് അവൻ ട്രോമയിലായിരുന്നു, അങ്ങനെയായിരുന്നു, ഈ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ആ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ഇപ്പോഴാണോ തോന്നിയത്? ഈ യൂണിവേഴ്സിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ശരിതെറ്റുകളെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരാൾ അയാളുടെ ചൈൽഡ്ഹുഡിലോ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ട്രോമയൊക്കെ അനുഭവിക്കുമ്പം അത് അയാൾ അപ്പം തന്നെ പുറത്തു പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴാണോ അത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു അബ്സർഡ് തിങ്കിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു അബ്യൂസോ ട്രോമയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പം അതിൽ നിന്ന് ഓവർകം ചെയ്യാനും അത് ഫിഗർ ഔട്ട് ചെയ്യാനും അത് പുറത്ത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. ഉണ്ടോ ഈ ചെറുപ്രായത്തിലുണ്ടാകുന്ന ഡ്രോമാസ് ഉണ്ട്, പ്രത്യേകിച്ച് പിള്ളേർക്ക്. അത് ഭയങ്കര പാടാണ് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട്. അത് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ചുമ്മാതെ കയറി ഇരുന്ന് അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ്. അതായത് രേണു എന്തോ ചെയ്യുന്ന വലിയ പുണ്യ പ്രവൃത്തിയാണെന്നുള്ള രീതിയിൽ ആ ചെറുക്കൻ കടന്നുപോയ മാനസികാവസ്ഥയെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും സംസാരിക്കണ്ട. എല്ലാവരും നേരെ അങ്ങ് തിരിച്ച് സംസാരിക്കുക, അവനെന്തോ വലിയ കുറ്റം ചെയ്തതുപോലെ. ഞാൻ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങളെ. ഇതിനകത്ത് കിച്ചു വന്ന് ഒരു ലവിൻ്റെ ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആദില നൂറയും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വെൽ സെഡ് എന്നും പറഞ്ഞിട്ട്. അവർക്ക് കാര്യം പിടികിട്ടി. അതായത് അവരൊക്കെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കടന്നു വന്ന ആൾക്കാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോധമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന്. ഇനി രേണു കാണിക്കുന്ന പരിപാടിയിലോട്ട് നമുക്ക് പോവാം. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? ഈ ഫോട്ടോ ഞാൻ ആക്ച്വലി ബ്ലർ ചെയ്തിരിക്കുവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോട്ടോ ആണ്. ചൈൽഡ് ലൈനിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പേരിൽ കേസ് കൊടുക്കാം ഈ പിള്ളേരുടെ ഫോട്ടോ കാണിച്ചെന്ന് വെച്ച്. അതുകൊണ്ടാണ് ഞാനിത് ബ്ലർ ചെയ്തത്. ഇപ്പം രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാനായിട്ട് പറ്റും. അത് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ കിച്ചുവും റിതപ്പനും തമ്മിലുള്ള ഒരു സ്നേഹത്തെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കിച്ചുവും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അവനെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് അവൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അവനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടുന്ന പരിപാടിയാണ് രേണുസുധി ഇത്. അതായത് റിതപ്പന് ഇപ്പോൾ ഒരു ചേട്ടനേ ഉള്ളൂ, അത് ഈ പറയുന്ന രേണുവിൻ്റെ ചേച്ചിയുടെ മകനാണ്. അതുകൊണ്ടാണ് ഇവർ അങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഋതുക്കുട്ടനും ചേട്ടനും എന്നും പറഞ്ഞിട്ട്. അതായത് മനഃപൂർവ്വം അവനെ കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കുവാണ്. ഇതൊക്കെ കാണുമ്പം അവന് വേദന ഉണ്ടാക്കത്തില്ലേ? അതായത് സൈക്കോളജിക്കൽ മൂവാണ് ഇവർ കാണിക്കുന്നത്. എത്രത്തോളം മാനസികമായിട്ട് അവനെ വെറുപ്പിക്കാൻ പറ്റും അത്ര ഇവരങ്ങ് വെറുപ്പിക്കുവാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇടുന്നത്. ഇത് മാത്രമല്ല, ഒരു വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ കാണിക്കാം. അത് ഞാൻ ബ്ലർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഉണ്ടോ? വാഴയില സോങ് ഒക്കെ ഇട്ട് തമ്മിപ്പിളങ്ങി പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഈ സാധനം കൊണ്ടുവന്ന് അവതരിപ്പിക്കുവാണ്. തീർച്ചയായിട്ടും ഇത് കാണുന്ന ഏത് വ്യക്തി, അതായത് ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന ആ പയ്യനോടൊരു ഇഷ്ടം ഈ കിച്ചുവിനുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും ഹേർട്ട് ചെയ്യും. മനസ്സിലായേ? കിച്ചുവിനും ഇതുപോലെ അനിയനും അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പം കിച്ചുവിന് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കാം. പക്ഷെ അവൻ കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അവനെ മാനസികമായിട്ട് അവനെ തളർത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ സ്ത്രീയുടെ ലക്ഷ്യം. കഷ്ടം തോന്നുന്നു എനിക്ക് രേണു ഈ സബ്സ്ക്രിപ്ഷൻ കാണിച്ചോ അല്ലെങ്കിൽ വേറെ കുറച്ച് അപരാധങ്ങൾ കാണിച്ചോ അത് വെച്ച് റീച്ച് ഉണ്ടാക്കുക. കാര്യം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെയാണ് പൈസ പേ ചെയ്യേണ്ടത്. കാര്യം നിങ്ങളുടെ ഏറ്റവും വലിയ VR ആണ് ഈ യൂട്യൂബേഴ്സ്. രേണു അത് ഭയങ്കര അഭിമാനത്തോടെ കൂടിയിട്ട് പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ്റെ വിഷയത്തിൽ. എനിക്ക് 3000 സബ്ബായി. അത് ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്സ് പറയേണ്ടത് യൂട്യൂബേഴ്സിനോടാ എന്നൊക്കെയുള്ള രീതിയിൽ. അതായത് ഇവർക്ക് ഒരു ഉളുപ്പുമില്ല.
അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങളൊക്കെ കാണിച്ചോ, പക്ഷെ ഒരാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തികൾ നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? അവനെ കംപ്ലീറ്റ്ലി അവനെ തുടച്ച് മാറ്റുവാണ്, ഒരു അവകാശവും ഇല്ലെന്നുള്ള രീതിയിൽ. ഇത് തന്നെയാണ് അവൻ അവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയത്തും അവൻ ഫേസ് ചെയ്തത്. അതുകൊണ്ടല്ലേ അവൻ കൊല്ലത്ത് ഇപ്പോൾ പോയി നിൽക്കുന്നത്. അപ്പം ഇതിപ്പോഴും എന്തു പറയണ്ട, ബോധം വയ്ക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് പ്രൊഫൈലൊക്കെ ഒന്ന് എടുത്ത് വാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയുടെയൊക്കെ താഴെയും ഈ ഫോട്ടോയുടെയൊക്കെ താഴെയൊക്കെ കമൻറ്റ് ബോക്സ് ഒക്കെ നൈസായിട്ട് അങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാരുടെ തെറിവിളികൾ വന്നു തുടങ്ങി. അതേപോലെ തന്നെ കിച്ചുവിൻ്റെ ഫോട്ടോസിൻ്റെ താഴെ ചെന്ന് തെറി വിളിക്കുന്നു. അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അന്ധത ബാധിച്ച ആൾക്കാർ. എന്തായാലും രേണുവിൻ്റെ ഈ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിലിടുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വേറെ ഫോണിൽ എടുത്തിട്ടും അവർ ഒരു കണ്ടന്റ് ആക്കിയിട്ട് പലരും ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് പ്രതികരിക്കാനുള്ള ഒരുപാട് സന്തോഷം. കാരണം നല്ല പ്രൊമോഷൻ, 3000 എടുത്ത സബ്സ്ക്രിപ്ഷൻ കേട്ടോ. ഈ സ്ത്രീക്ക് വേണ്ടത് ഇതാണ്, പ്രൊമോഷൻ. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് അവരെ നശിപ്പിക്കുവാണ്, ആ സ്ത്രീ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ വല്ലതും ചെയ്ത് കളയുമെന്നൊക്കെ. ഇവർക്ക് വേണ്ടതാണ് ഞങ്ങൾ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഈ വ്യൂസിന് അപ്പുറം ഇവർ കാണിക്കുന്ന പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവരുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ അടിച്ച് കളയുന്നത് വരെ മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യാനുള്ളത്. അത് മാക്സിമം ആൾക്കാരുടെ ഇടയിലോട്ട് ഈ സാധനം എത്തണം. ഇങ്ങനെയുള്ള അപരാധങ്ങൾ കാണിച്ചിട്ടാണോ ഈ പൈസ ഉണ്ടാക്കേണ്ടത്? ഈ രേണു മാത്രമൊന്നുമില്ല, രേണുവിനെ മാത്രമൊന്നുമില്ല കുറ്റം പറയുന്നതൊന്നുമില്ല, സകലമായ ആൾക്കാരും ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേജ് പോകണം. കുറേ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻസൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ രേണുവൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രേണു അത്രയൊന്നും കാണിക്കുന്നില്ല, ഇതിനപ്പുറം കാണിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുറേ സബ്സ്ക്രിപ്ഷൻസൊക്കെ ചുമ്മാതെ സമയം കിട്ടുമ്പോൾ ആരെങ്കിലും ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്തോരം അപരാധമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളെ നിർത്തുക. ഒരുപാട് കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. പേരൻസിൻ്റെയൊക്കെ ഫോൺ എടുത്തിട്ട് കുട്ടികളൊക്കെ അറിയാതെ അതിനകത്ത് കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോഴത്തേക്ക് അവരൊക്കെ അതിനകത്ത് കയറി ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ സാധനം ബാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഇപ്പൊ ഇനി 2-3 ദിവസം കൂടെ ആകുമ്പോൾ 3000 സബ്സ്ക്രിപ്ഷൻ ആവും. നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല നല്ല പ്രൊമോഷൻസ് ആണ് തരുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങൾ രേണു സുധി എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം 3 നേരം പോലെ ടാബ്ലറ്റ് പോലെയാണ് രേണു സുധി കണ്ടന്റ് എടുത്ത് തകർക്കുന്നത്. ഞാനത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇവരുടെ അടുത്ത് ദേഷ്യമാണ്. എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ല. കാരണം വെച്ചാൽ അവർ കഴിക്കട്ടെ, അവർ എന്നെ വെച്ചിട്ട് ആഹാരം കഴിക്കട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വാങ്ങിച്ചു കൊടുക്കട്ടെ. രേണു സുധി എന്നുള്ളൊരു കണ്ടന്റ് വിറ്റിട്ട് അവർ വാങ്ങിക്കുന്ന ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ സന്തോഷമായിട്ട് കഴിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. മരിച്ചുപോയൊരു മനുഷ്യൻ്റെ പേരിൽ നിങ്ങൾ എന്തെല്ലാം തോന്നിവാസം കാണിച്ച് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള അപരാധങ്ങളൊന്നും കാണിച്ചിട്ടല്ല പൈസ ഉണ്ടാക്കുന്നത്. സബ്സ്ക്രിപ്ഷനും താമാനമൊക്കെ തുടങ്ങിയിട്ടല്ല. നിങ്ങൾ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളാണ് എടുത്തു വെച്ച് പറയുന്നത്. അത് കാണാനായിട്ട് ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട് ഇത് കാണാനായിട്ട്. മനസ്സിലായോ? പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാനോ അത് കാണാനോ ചിലപ്പോൾ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നിങ്ങളുടെ അപരാധം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ പറ്റി പ്രത്യേകിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് റീച്ചില്ല. നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കും. അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്. ഇതും കൂടെ പറയണം. ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാം, നിങ്ങൾ പറയുന്നല്ലോ അവരെ നോക്കി ഞാൻ ഒരു 1.5 മാസം സൂചിച്ചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടിയിട്ട് വൊമിറ്റ് ചെയ്ത് സൂചിച്ചേട്ടൻ ഇങ്ങനെ എല്ലാം തോലുമായിട്ട് 1 മാസം സൂചിച്ചേട്ടൻ വെള്ളം ഇറക്കാതെ നിന്നിട്ടുണ്ട്. ഈ സ്വന്തം ഹസ്ബൻഡിനെ നോക്കിയ കണക്ക് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ വിളമ്പേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ പാർട്ട്ണറിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതിന് നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് എന്ത് പ്രയോജനം? അത് വന്ന് വലിയ എന്തോ സംഭവമായിട്ട് അങ്ങ് വിളിച്ച് പറയുക. എല്ലും തോലുമായിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തു, എന്തോ വലിയ സംഭവത്തെ പോലെയാണ് പറയുന്നത്. ഇവിടെ തൊട്ടപ്പുറത്ത് ആ പയ്യൻ, ആ സുധിയുടെ മൂത്ത മകൻ അനുഭവിച്ച വിഷമങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും പറയണ്ട. അവനെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ കാണിക്കുന്നത്. പറയുന്ന ഡയലോഗൊക്കെ കണ്ടില്ലേ? ഇത് നിങ്ങളുടെ ഈ കൂട്ടത്തിൽ എത്രയോ ആൾക്കാർ കല്യാണം കഴിച്ചതാണ്. നിങ്ങളുടെ ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഷമ ഘട്ടത്തിൽ കൂട്ടിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ എന്തിന് ചെയ്യുന്നതാണ്? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നതല്ലേ? അതൊക്കെ നിങ്ങൾ പബ്ലിക്കിൻ്റെ ഇടയിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമോ? എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ പപ്പ എന്നെയാണ് സൂചന എതിർത്താണ് കഴിഞ്ഞു. ആരെയും ഞങ്ങൾ അറിയിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ സൂചേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും കിടക്കുമ്പോൾ, നമ്മളിപ്പം ഭാര്യയും ഭർത്താവല്ലേ, ജസ്റ്റ് കെട്ടിപ്പിടിക്കുമ്പോൾ എന്തിനാ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം? നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല.
സ്വന്തം ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതിന് നിങ്ങൾ നാട്ടുകാരെ എല്ലാവരും കൊട്ടിക്കൊഴിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ലല്ലോ. കമൻ്റ് ഇടുന്ന ആൾക്കാർ ഇവർ ചെയ്യുന്ന അപരാധം കണ്ടിട്ടല്ലേ തെറി വിളിക്കുന്നത്, അല്ലാതെ ഇവരുടെ കുടുംബം നോക്കാനാണോ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെ നിൽക്കുന്നത്? അവരെന്തിനാ അനാവശ്യമായിട്ട് ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്? നമ്മള് ഈ സുചേട്ടൻ എന്തുവാ സുചേട്ടൻ ഇത്രയും ഒരു ഈർക്കല് പോലെയായിരുന്നു സുചേട്ടൻ. ആരെ അറിയിച്ചിട്ടല്ലോ. അന്നൊക്കെ എന്റെ അപ്പനൊക്കെ ഈ ജോലിക്കൊക്കെ പോയല്ലേ ഇദ്ദേഹത്തെ നോക്കിയത്. അന്നൊന്നും ആരും ഇല്ലായിരുന്നല്ലോ ഈ പറയുന്ന ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആരും ഇല്ലായിരുന്നല്ലോ. ഞാനിതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ. അന്ന് ഈ പറയുന്ന തങ്കൻ ചേട്ടനൊക്കെയാണ് ഈ കൊല്ലം സുധിയെ നോക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ കിച്ചു പറഞ്ഞത് അവരുടെ കുടുംബം മുഴുവനും നോക്കിയത് ഈ പറയുന്ന സുധിയാണെന്നാണ്. ഇപ്പം രേണു നേരെ തിരിച്ചങ്ങ് പറയുവാണ്, രേണു ലേശം ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ നിങ്ങൾക്ക്? ഈ സാധനം ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾ എങ്ങോട്ടാണ് ഇത് കൊണ്ടുവന്ന് എത്തിക്കാൻ നോക്കുന്നത്? എനിക്ക് പിടികിട്ടുന്നില്ല. ഡെയിലി ഓരോ സാധനങ്ങൾ പറഞ്ഞങ്ങ് ഇറങ്ങുവാണ്. കയ്യിലുള്ള കണ്ടൻറ്റുകൾ മൊത്തം തീർന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം അടിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. വൈകാതെ അതങ്ങ് പോയി കഴിഞ്ഞായിരുന്നൊക്കെ ഉണ്ടല്ലോ, ഈ അഹങ്കാരം അങ്ങ് തീർന്ന് കിട്ടിയേനെ. അത് വെച്ചിട്ടുള്ള കളിയാണ് ഈ കളിക്കുന്നത് മൊത്തം. പണ്ടേ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് രേണുവിന് എത്ര എന്താ പറയണ്ട അടിപൊളിയായിട്ട് ഓരോ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എത്രയോ മാന്യമായിട്ട് ഇവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഈ ഒരു വഴി മാത്രം തിരഞ്ഞെടുത്തത്? ആ ലക്ഷ്മി നക്ഷത്ര ഇവരുടെ വീട്ടിൽ ചെന്ന് അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇവരൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇവർ ഓരോ വീഡിയോസൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കിപ്പോൾ കിട്ടുന്നതിൻ്റെ ഡബിൾ ഇരട്ടി സപ്പോർട്ട് കിട്ടിയാനെ. നേരെ മറിച്ച് ഇവരെന്താ ചെയ്തത്? ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര എവിടെയാണെന്ന് പോലും ആർക്കും അറിയാൻ വയ്യ, ഓടിത്തള്ളിയെന്ന് തോന്നുന്നു. കാര്യം മതിയായി. കാര്യം ലക്ഷ്മി നക്ഷത്രക്കൊക്കെ കാര്യം അറിയാം. അവരുടെ ഒരു ഡിഗ്നിറ്റി വെച്ചിട്ടാണ് അവരിതൊന്നും വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാത്തത്. എന്തായാലും ഇത്രയൊക്കെയാണ് രേണു സുധിയുടെ ഇന്നത്തെ അപരാധങ്ങൾ. എനിക്കറിയാം ഒരുപാട് പേർക്ക് ബോറടിക്കുന്നുണ്ട്, ചിലപ്പം പേഴ്സണലി എന്നോടെയും വിരോധം കാണുമായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാനാണ്? ആഫ്റ്റർ ഓൾ നമുക്കിതൊരു കോണ്ടൻറ്റാണ്, നമ്മളതുകൊണ്ട് ചെയ്യുന്നു. അല്ലാതെ നിങ്ങളെല്ലാവരെയും വെറുപ്പിക്കണമെന്ന് താല്പര്യമില്ല. നല്ല കോണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.